ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മളൊന്ന് പറയാൻ പോകും നമ്മുടെ ഫീ മണിക്കാരുടെ ഫീ മാഗ്നിഫൈ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ റീലോഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കുറച്ച് കാലം മുമ്പ് ഇത് ലോഞ്ച് ചെയ്തായിരുന്നു. പക്ഷേ പിന്നെ കുറേ എന്താ പറയുക റൂൾസ്, നമ്മുടെ RBIയുടെ റൂൾസ് ആയിട്ട് കംപ്ലൈൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അത് കുറേ കാലം മുമ്പ് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ കാർഡ് ഇപ്പോൾ റീലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ആക്ച്വലി പുതിയൊരു പ്രൊമോഷണൽ ഓഫർ പോലെ തന്നെ സാധനം ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ഒരു വീക്കെൻഡ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയൊരു കൺസെപ്റ്റ് പോലത്തെ ഒരു റിവാർഡ് സിസ്റ്റം ഒക്കെയാണ് അവർ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. അറ്റ്ലീസ്റ്റ് 20% നമുക്ക് ഇവരുടെ സെലക്ടഡ് പാർട്ട്നേഴ്സും നമുക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ആക്ച്വലി കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, നിങ്ങൾ ഓൾറെഡി ഫീ മണി അക്കൗണ്ട് ഹോൾഡർ ആവണോ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ഞാൻ അത് വഴിയേ പറയാം. ഞാൻ ഓൾറെഡി ഫീ മണി അക്കൗണ്ട് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫീ മണി എന്ന് പറയുന്നത് അറിയും, ഫെഡറൽ ബാങ്കാണ് ഇവരുടെ ബാങ്കിങ് പാർട്ട്ണറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോകാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്, നമ്മൾ സ്മാർട്ട് ടച്ച് ഫീൽഡിൽ വർക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ടെലിഗ്രാം ചാനലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മളതിൽ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, എല്ലാ ലിങ്കുകളും കിട്ടും. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന നമ്മുടെ ഫീ മാഗ്നിഫൈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസുകളാണ്. ഇപ്പോൾ ഇത് നമുക്ക് തൽക്കാലത്തേക്ക് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡായിട്ടാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കുറേ പേരെന്തായാലും ഇതെന്താ ചാർജ് ഉണ്ടെങ്കിൽ കുറേ പേരെന്തായാലും കാർഡുകൾ എടുക്കില്ല. അപ്പോൾ അങ്ങനെ കുറേ പേരുകളുണ്ട്. ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആണെങ്കിൽ അവർ സുഖമായിട്ട് എടുക്കും, അല്ലാത്തത് പക്ഷേ അവർ എടുക്കില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ചാർജബിൾ കാർഡാണെങ്കിൽ നമുക്ക് ആനുവൽ ഫീസ് ഉണ്ടായിരിക്കും, ജോയിനിങ് ഫീസ് ഉണ്ടായിരിക്കും, എല്ലാ കൊല്ലം കാശ് കൊടുക്കണം. അപ്പോൾ ഇതിനത് വേണ്ട, ലൈഫ് ടൈം ഫ്രീ ആണ്. പിന്നെ നമുക്കിതിൽ ഓഫർ വരുന്നത് വീക്കെൻഡ് ഓഫർ എന്നൊരു സംഭവം ഉണ്ട്. നമുക്ക് 20% ഓഫർ ഓൺ ഇവരുടെ കുറച്ച് ബ്രാൻഡ്സുകളുണ്ട്. അതായത് ആമസോൺ, സെപ്റ്റോ, സൊമാറ്റോയിലൊക്കെ നമുക്ക് മാക്സിമം 20% അപ് ടു ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും ഓഫറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. അതല്ലാണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ 5% ഓഫർ നമുക്ക് ഈ പറഞ്ഞ ബ്രാൻഡുകളുമ്പോൾ നമുക്ക് കിട്ടും. അതായത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ അതും വീക്കെൻഡ് ഓഫർ തന്നെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ 25% വരെ നമുക്ക് ക്യാഷ് ബാക്ക് നേടാം. അതിന് ക്യാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പിന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് 0.5% ആണ് ക്യാഷ് ബാക്ക് ഉള്ളത് കിട്ടുക കേട്ടോ, അല്ലെങ്കിൽ വാല്യൂ ബാക്ക് കിട്ടുക. അത് മൺഡേ ടു തേഴ്സ്ഡേ ആണ് വരിക കേട്ടോ. പിന്നെ നമുക്ക് നോർമലി നോക്കി കഴിഞ്ഞാൽ ഇതിന് 5% ബാക്ക് ഓൺ ഓൾ വീക്കെൻഡ് സ്പെൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വെദർ യു ഗോ ഡൈനിങ് ആയിക്കോട്ടെ, ഷോപ്പിംഗ് ആയിക്കോട്ടെ, എല്ലാ സംഭവത്തിലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു. പിന്നെ നമുക്ക് ഓരോ റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 0.24 പൈസയാണ്. അപ്പോൾ അത് അറിയാത്തവർക്ക് ഇത് റൂപേ പ്ലാറ്റ്ഫോമിലൊന്നും അല്ല വന്നേക്കുന്നത് കേട്ടോ. അപ്പം ഇനി റൂപേ പ്ലാറ്റ്ഫോമിൽ വരുമെന്ന് അറിയില്ല. എന്താ വെച്ചാൽ കുറേ കാലം മുമ്പ് ഓൾറെഡി ഒരു ലോഞ്ചായ ഒരു കാർഡായിരുന്നു. പിന്നെ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ റീലോഞ്ച് ആയിക്കുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇത് ആക്ച്വലി 20+ എബോവ് ഉള്ള ആൾക്കാർക്ക് എലിജിബിലിറ്റി നോക്കി കഴിഞ്ഞാൽ 20+ എബോവ് ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾ സിവിൽ സ്കോർ അത്യാവശ്യം 750 എബോവ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നോർമലി ഇവർ പറയുന്നത് 730 എബോവ് ഒക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇൻകം സോഴ്സ് ഉണ്ടായിരിക്കണം. അത് സാലറി ആയിക്കോട്ടെ, ബിസിനസ് ഇൻകം ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ മാക്സിമം ഒരു പ്രൂഫ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സാലറി പ്രൂഫോ അല്ലെങ്കിൽ എന്താ പറയുക ITR ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ITR എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് നോർമലി നിങ്ങളൊരു ഫീ മണി അക്കൗണ്ട് ഹോൾഡർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ബെറ്ററാണ്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങളൊരു ഫീ മണി അക്കൗണ്ട് ഹോൾഡർ ആയിരുന്നു മുമ്പ്, പിന്നെ അത് ക്യാൻസൽ ചെയ്തു, ക്ലോസ് ചെയ്തു, അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു അപ്ലൈ ഓപ്ഷൻ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി ഫീ മണിയൊക്കെ ഉപയോഗിക്കേണ്ട ഒരാളായിരുന്നു. പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഫീ മണി ഭയങ്കര കത്തി, അവർ ചാർജൊക്കെ കൂട്ടി, 0 ബാലൻസ് ഉണ്ടാകുന്നതൊക്കെ കൂട്ടി. അപ്പോൾ തന്നെ ഞാൻ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ അവർ കാണിക്കുന്നുണ്ട് അക്കൗണ്ട് ക്ലോസ്ഡ് ആണ്, അപ്പോൾ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ഫീ മണി അക്കൗണ്ട് ക്ലോസ് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി കാർഡ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആ ഫീ മണി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി നോക്കണം. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ അക്കൗണ്ട് ക്ലോസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഫീ മണി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ കാണിക്കാതാണ്, പിന്നെ വേറെ ഒരു ഓപ്ഷൻ കാണിക്കില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. കുഴപ്പമില്ലാത്തൊരു കാർഡെന്ന് വേണമെങ്കിൽ പറയാം. ലൈഫ് ടൈം ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ വലിയ കംപ്ലൈൻറ്റ് പറയില്ല. ഇത് ആക്ച്വലി ആദ്യം ഇറങ്ങിയപ്പോൾ ലൈഫ് ടൈം ഫ്രീ ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് വലിയ കാര്യമായിട്ടുള്ള കാർഡായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നിങ്ങൾ ഓൾറെഡി ഫീ മണി ഉപയോഗിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു കാർഡ് തന്നെയാണ്. ഇൻസ്റ്റൻ്റ്ലി അപ്രൂവ് ആവുന്നുണ്ട് ഓൾറെഡി ഫീ മണി അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കുറേ പേരായി വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ കാരണം. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നോർമലി ഫീ മണി അങ്ങനെ ഫോളോ ചെയ്യാറില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നോർമലി ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡ്സുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്സ് നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം സ്കാപ്പിയറുടെ ക്രെഡിറ്റ് കാർഡ്സ് അത്യാവശ്യം അപ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കുകൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ റെഫറൽ ലിങ്കുകളാണ്. സെറ്റാപ്പിൻ്റെ റെഫറൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, സെപ്പറേറ്റ് ലിങ്ക് കൂടെ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നിങ്ങൾക്ക് അത് കൂടെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് നോക്കിയാലും മതി, ajay.bank support ആണ്. നിങ്ങൾക്ക് അതിൽ കൂടെ നമുക്ക് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസും ഒക്കെ നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് കാണാം.